എമ്പുരാൻ കണ്ടു. എന്നാലും പൈസ മുടക്കിയല്ല ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു സമാധാനം മാത്രമേ ആ സിനിമ കഴിഞ്ഞപ്പോൾ. ഒരു കഥയോ എന്തെങ്കിലും ആശയമോ അല്ലെങ്കിൽ ഒരു നല്ല ഡയലോഗ് പോലും ഇല്ലാത്തൊരു സിനിമയിൽ കുറേ രാഷ്ട്രീയവും വർഗീയതയും മതവും ജാതിയും എല്ലാം കുത്തിക്കയറ്റി അതിനെ ഒരു വിവാദം ഉണ്ടാക്കി ആ വിവാദത്തിൻ്റെ പേരിൽ ആ സിനിമയെ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ മോൺസൺ മാവെങ്കിലും പൃഥ്വിരാജും ചെയ്തത് സെയിം കാര്യമല്ലേ? ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു മരത്തടിയിൽ നിന്ന് മോശയുടെ വടിയാണെന്നും അല്ലെങ്കിൽ രാജാക്കന്മാരുടെ സിംഹാസനമാണെന്നും വാളാണെന്നും പരിചയമെന്നൊക്കെ പറഞ്ഞ് മോൺസൺ മാവെങ്കിൽ അത് വിറ്റ് കാശാക്കി. ആ സെയിം സിറ്റുവേഷനാണ് പൃഥ്വിരാജ് ഇവിടെ ചെയ്തത്. ഒരാൾ സമൂഹത്തിൽ കൊള്ളക്കാരനും മോശപ്പെട്ടവനും ആകുമ്പോൾ മറ്റേ ആൾ സമൂഹത്തിൽ മാന്യനും മുഖ്യമന്ത്രിക്ക് വരെ പ്രിയങ്കരനുമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ പൃഥ്വിരാജിൻ്റെ പേര് വല്ല പ്രോൺസൺ രാജ് എന്തെങ്കിലും ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലൂസിഫറേയും തുടങ്ങണം. തലമുറകളായി പാർട്ടിയെയും അണികളെയും ജനങ്ങളെയും പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. ആദ്യ ഭാഗത്തിൽ അച്ഛൻ മരിച്ചു പോകുന്നു. പുള്ളിനെ ദൈവമായിട്ടൊക്കെയാണ് കാണുന്നത്. പുള്ളിക്ക് പാർട്ടിയെ പോലും നന്നാക്കാൻ പറ്റാണ്ടാണ് പുള്ളി മരിച്ചു പോകുന്നത്. അതിനുശേഷം പുള്ളിയുടെ മകൻ വരുന്നു പാർട്ടിയുടെ നേതാവായിട്ട്. മകൻ വന്ന ഉടനെ അച്ഛൻ്റെ ജാരസന്തതിക്ക് അച്ഛനെ കൊന്ന അളിയനിട്ട് പണി കൊടുക്കാനുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ മകളും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതിൽ മകൻ നല്ല രീതിയിലാണ് വരുന്നതെങ്കിലും രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ മകൻ മോശക്കാരനാവുന്നു. മകൻ മോശക്കാരനായ സ്ഥിതിക്ക് പിന്നെ മകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ മകൾ നല്ല രീതിയിലേക്ക് ഇനി വരും. അടുത്ത സിനിമയിൽ മകൾ എന്താവും കണ്ടറിയാം. ഈ കുടുംബത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആരെങ്കിലും വഴിതെറ്റി പോവുകയോ മോശക്കാരനാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നന്നാക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ല. ആ വഴി തന്നെ കൊന്നുകളയുന്ന ഒരു പരിപാടിയാണ് ഈ കുടുംബത്തിലുള്ളത്. അങ്ങനെ ഒരു മാതൃകാ കുടുംബത്തെയാണ് ഇവർ ഈ സിനിമയിൽ കാണിക്കുന്നത്. ആരാണ് രോമാഞ്ചം കൊടുക്കുന്നത്? അവരെ നേതാവായി വാഴിക്കാൻ നടക്കുന്ന അണികളാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ വേറെ ചില കഥാപാത്രങ്ങളുണ്ട്, സായികുമാറിൻ്റെയും നൈല വിഷയുടെയൊക്കെ പോലുള്ളവർ. അതൊക്കെ എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഇനി എമ്പുരാന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തം അനിയൻ വഴിതെറ്റി പോകുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത എമ്പുരാൻ കാട്ടിൽ ആക്രമിക്കപ്പെടുന്ന പ്രിയദർശിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇടയ്ക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുള്ളതല്ലേ, അപ്പം അത് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വേറൊരു കഥാപാത്രം ഇപ്പോൾ CIA-ക്കും മൊസാദിനും ഒന്നും കിട്ടാത്ത രഹസ്യങ്ങൾ ഡാർക്ക് വെബിലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ സിനിമയിലുണ്ട്. പക്ഷെ പുള്ളിക്ക് സ്വന്തം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ബജ്രംഗി ഭായിജാന്റെ പാർട്ടിയും തമ്മിൽ കൈകോർക്കുന്ന വിവരം TV-യിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാത്താന്റെ പേരിനെ ആലങ്കാരികമായി വർണ്ണിച്ചുകൊണ്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പള്ളിയിലച്ഛനെയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊള്ളക്കാർക്ക് കൂടാൻ പറ്റിയ ഒരു സ്ഥലം പള്ളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പള്ളിയിൽ ഒരു മീറ്റിംഗ് വെക്കുകയും അവസാനം ആ പള്ളി തകർത്ത് കളയും. അതിൻ്റെ മുകളിൽ നിന്ന് കുരിശ് ഒടിഞ്ഞ് നിലത്ത് വീണ് ലൂസിഫറായി മാറുകയും ഇടയ്ക്ക് അത് കത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഹോബിയാണ് ഈ സിനിമയിൽ പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ ഭീഷണിപ്പെടുത്തി കയ്യിൽ വിലങ്ങ് വെച്ചതിന് ശേഷം പുറത്തു വന്ന് അയ്യോ എൻ്റെ കയ്യിലെ വിലങ്ങ് നിങ്ങളെല്ലാവരും കാണണമെന്ന് പറഞ്ഞ് ഇരവാദം പറയുന്ന ഒരു ഭാരതാംബയെയും കാണിക്കുന്നുണ്ട്. പുതിയ ചർച്ച നടക്കുന്നത് കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ മുരളീഗോപി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ ചർച്ചയാണ്. ഇമാതിരി ഒരു തോൽവി സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളി ഇന്നെന്നല്ല ജീവിതത്തിൽ ഒരിക്കലും മിണ്ടാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.